വേണോ പറയൂ. ജീവനും വേണ്ട ശാരദാമ്മേ, പകരം ഇവളുടെ ഈ ഗർഭത്തിന് പിന്നിലെ സത്യം എന്താണെന്ന് ഒന്ന് വാ തുറപ്പിച്ചു തരണം ശാരദാമ്മ. പിന്നെ ഈ കല്യാണം നടക്കില്ല. അടിപൊളി വമ്പൻ ട്വിസ്റ്റ്. പതിവ് പോലെ ഭാമാന്റി നിരാശപ്പെടുത്തിയില്ല. സത്യമേ, പൂങ്കണ്ണീരൊന്നും വേണ്ട ശാരദാമ്മേ, അത് കുറെ ഒഴുക്കി കളഞ്ഞതല്ലേ. ഇപ്പോ പറഞ്ഞ പണി ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള ലാസ്റ്റ് ചാൻസാ ഇത്. ഇനി ഇവള് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ശക്തി എതിര് നിന്നാലും സത്യഭാമ ഈ കല്യാണം നടത്തിയിരിക്കും. മോളെ എടി നീ പറയ്. എടി മോളെ പറയടി. എടി സത്യഭാമ നിങ്ങൾക്ക് അനുവദിക്കുന്നത് ഒരേ ഒരു മിനിറ്റ്. നിങ്ങളുടെ മകൾ തന്നെ ഇവളുടെ ജീവിതം തീരുമാനിക്കും ആ ഒരു മിനിറ്റിൽ. വിഷ്ണുവിനോടൊപ്പം ജീവിക്കണോ വേണ്ടയോന്ന് ഇവൾക്ക് തീരുമാനിക്കാം. മോളെ എടി സത്യം പറയടി. എടി മോളെ ഒന്ന് സത്യം പറയടി. എടി നിന്റെ ജീവിതം തകരും. ഈ മോളെ നീ ആരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അവരൊന്നും ഉണ്ടാവില്ല നിന്റെ കൂടെ. എന്റെ പൊന്നു മോള് പറയേ. എടി പറയടി. എടി പറയാൻ. എന്റെ പൊന്നു മോള് പറയാ. എടി പറയാൻ. എടി പറയടി. എടി പറയാൻ. എടി പറയാൻ അങ്ങോട്ട്. എടി എന്റെ പൊന്നു മോളല്ലേ പറയടി. നിർത്ത. അനുവദിച്ച സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. ഞാൻ ഒന്നുകൂടി അവളെ കൊണ്ടുവന്ന് മോളെ പറയേ. ഇനി സത്യഭാമയുടെ ഭാഷ മാറും. സത്യഭാമയേക്കാൾ വലിയ മൂർത്തികളൊന്നും വേണ്ട ഈ വീട്ടിൽ. ഇവിടെ വന്ന് നിങ്ങളെല്ലാരും ബുദ്ധിമുട്ടിച്ചതിനും ഇതിനിടയിൽ ഇത്രയും സമയം കളഞ്ഞതിനും മാപ്പ്. എന്താ വിജയലക്ഷ്മി, നിങ്ങൾ എപ്പോ എത്തി? എത്തിയ കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് കെട്ടിപ്പൊതിഞ്ഞു വിട്ട ചില പാഴ്വസ്തുക്കളെ തിരിച്ചേൽപ്പിക്കണം തോന്നി. ഇപ്പൊ വന്നത് അതിനാ. അറിയില്ല. ആദ്യം എന്താ ഇത്? അമ്മേ, ഇതും പിടിച്ചു. ഇനി ഒരു മുതലും കൂടിയുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങടി. ആടി ഇങ്ങോട്ട്. ഇവളെ കൂടി വെച്ചോണം. ഇവളെ ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാഴ്മുതല്. വിജയലക്ഷ്മി എന്നും തോന്നിയ കാണിക്കുന്നേ. ഈ മുറ്റത്ത് വന്ന് എന്റെ കുട്ടികളുടെ നേരെ കൈവച്ച് ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കും.
നിങ്ങൾ കാണിച്ച പരിപാടിക്ക് വെറും ഉപദ്രവമല്ല, വെട്ടിക്കറി അടുപ്പിൽ വെക്കാ വേണ്ടത് ഇവിടെ. അതിന് ഞാനെന്ത് കാണിച്ചെന്നാ വിജയലക്ഷ്മി പറയുന്നേ? 30 പവൻ പൊന്നെന്ന് പറഞ്ഞ ശാരദയ്ക്ക് എടുത്താ പൊങ്ങാത്ത ഭാരമായിരുന്നു. എന്നിട്ടും കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ടാ ഞാനത് സമ്മതിച്ചു തന്നത്. ആദ്യമൊക്കെ അത് കിട്ടുമെന്നുള്ള സംശയത്തില് നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ചതാ. എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ഒടുവില് എനിക്കും എന്റെ കുഞ്ഞിനും ഉണ്ടായിരുന്ന കിടപ്പാടും കൂടി തീരെ എഴുതിയിട്ടാ നിങ്ങൾ ഇപ്പൊ ഈ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ 30 പവൻ സ്വർണം ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവനും കൂടിയാണെങ്കിലേ അതും കൂടി എടുത്തോ, ഞങ്ങൾക്ക് സമ്മതം. പ്രസംഗം നിർത്ത് ശാരദാമ്മേ, കുറെ നേരം ആയല്ലോ. നിങ്ങൾക്ക് 30 പവൻ സ്വർണം എടുത്താ പൊങ്ങാത്തതാണെങ്കിൽ വിട്ടേക്കണമായിരുന്നു. 30 പവൻ പിന്നെ പ്രേമം മാങ്ങാത്തൊലി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? രാജീവിന് ഞങ്ങൾ വേറെ പെണ്ണാലോചിച്ച് വെച്ചിരുന്നതാ. അവനൊരു കോളേജ് ലെക്ചറാ. അതുകൊണ്ട് 30 അല്ല 300 പവൻ പൊന്നുമായിട്ട് ക്യൂ നിന്നേനെ പെമ്പിള്ളേരുടെ അച്ഛനമ്മമാര്. അതിനു പകരം ഇങ്ങനത്തെ മെനകെട്ട പരിപാടിയിൽ കുരുങ്ങിപ്പോയി എന്റെ അനന്തരവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.